ഹായ്, നമ്മൾ നാട്ടിൻപുറമേ കാണുന്ന കൂവ പൊടിച്ച് പൊടിയാക്കുന്നതിൻ്റെ ഒരു പ്രോസസ്സിങ് വീഡിയോ ആണ് ഈ ചെയ്യുന്നത്. ആദ്യമായി കൂവ ചെത്തി നന്നായിട്ട് ഉരച്ചെടുക്കണം. ആ ഉരച്ചെടുക്കുന്നതാണ് നിങ്ങളിപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്നത്. അത് നമ്മൾ മുള്ള് പോലെ ഒരു സാധനം ഉണ്ടാക്കിയിട്ട് അതിൽ ആ കൂവയിട്ട് ഉരച്ച് അത് അരഞ്ഞ പോലെ നമ്മൾ അത് റെഡിയാക്കി എടുക്കണം. ഈ കൂവപ്പൊടിയുടെ ഗുണങ്ങൾ എന്താണെന്ന് ഞാനൊന്ന് പറഞ്ഞു തരാം. നമുക്ക് വേനൽക്കാലത്ത് നമുക്ക് ശരീരം തണുക്കുന്നതിനായിട്ട് നമ്മളിത് ഒരു സ്പൂൺ എടുത്ത് പാലിനകത്ത് കലക്കി കുടിക്കുന്നത് നല്ലതാണ്. പിന്നെ അതുപോലെ തന്നെ വയറ് സംബന്ധമായിട്ടുള്ള രോഗങ്ങൾക്ക് നല്ലതാണ്. കുഞ്ഞുങ്ങൾക്ക് തണുപ്പ് ഉള്ളിൽ ചെല്ലാനായിട്ട് കൊടുക്കുന്നത് നന്നായിരിക്കും. അതിനുശേഷം നമ്മളത് പിഴിയുന്ന ഒരു ഇതാണ്. അത് കുറച്ച് ദിവസം നമ്മൾ ഉരച്ച് വെച്ച കൂവ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അത് നമ്മൾ ഒരു പാത്രത്തിനെ വട്ടം ചുറ്റി അതിലേക്ക് ഇതൊഴിച്ച് നമ്മളത് പിഴിഞ്ഞെടുക്കുകയാണ്. ഇതിൻ്റെ ബാക്കി നമ്മൾ എടുക്കാറില്ല, പിഴിഞ്ഞ ആ വെള്ളം മാത്രമേ എടുക്കാറുള്ളൂ. അത് പിഴിയുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ ചെയ്യുന്നത്. അത് പിഴിഞ്ഞ് നന്നായിട്ടത് 2 പ്രാവശ്യമെങ്കിലും അത് പിഴിഞ്ഞിട്ടാണ് അതിൻ്റെ ആ വെള്ളം നമ്മൾ എടുക്കുന്നത്. അത് കഴിഞ്ഞിട്ടുള്ള ആ ഒരു കിട്ടിയ നമ്മുടെ ആ വെള്ളത്തിൻ്റെ ഇതാണ്. അത് കഴിഞ്ഞത് 7 പ്രാവശ്യം നമ്മളിത് വെള്ളം ഒഴിച്ച് കലക്കി ഊറ്റി എടുക്കണം. ലാസ്റ്റ് നമുക്കിത് ഈ ഒരു പരുവത്തിന് ആ വൈറ്റ് കളറിൽ വരുമ്പോഴാണ് നമ്മൾ കൂവപ്പൊടിയുടെ ആ ഒരു ഇതാകുന്നത്. പിന്നീട് അത് വെയിലത്ത് വെച്ച് ഉണക്കി